എന്നാൽ ഫാമിലിയിൽ നിന്ന് മാത്രം അങ്ങനെ ഒതുക്കി നിർത്താൻ നമുക്ക് പറ്റില്ല. അതാണ് ഒറിജിനൽ. ഇത് ഡൈലൈനല്ല, 3 പേരെ ഒരു ന്യൂജൻ പടമല്ല അത്. അന്ന് മേക്കിംഗ് എല്ലാം ന്യൂജൻ ആയിട്ട് തന്നെയാണ്. ഇപ്പൊ എല്ലാ പടത്തിലും ജെൻസി വരുന്നു, ഗ്രാമവും കാര്യങ്ങളും അങ്ങനെ പോയിട്ടുള്ള സംഭവം. എന്നാൽ അതിലേക്ക് ഈ ന്യൂജൻ സ്റ്റൈലും വരുന്നത്. ഹായ് എവരിവൺ, ദിസ് ഈസ് ഫേസ് ടൈം വിത്ത് സൂര്യ സുദർശനൻ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് 1-2 ആൾക്കാരല്ല, നമ്മുടെ 916 കുഞ്ഞൂട്ടൻ്റെ ടീം തന്നെ ഉണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ടിനി ടോം, നിയ, ഗിന്നസ് ബക്രു, ഡയാന, നോബി ആൻഡ് രാകേഷ്. എല്ലാവർക്കും സുഖല്ലേ? പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഓക്കെ. 916 കുഞ്ഞൂട്ടൻ ഇപ്പൊ നമുക്ക് ആകെ ഉള്ളത് ഈ ഒരു പേരും അതേപോലെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതുപോലെ ഒരു ലിറിക്കൽ വീഡിയോയുമാണ്. സോ അത് അല്ലാണ്ട് നമുക്ക് വി ഹാവ് നോ ഐഡിയ അബൌട്ട് വാട്ട് ജേണർ അല്ലെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് മൂവി. അതെ, ഒരു ഫാമിലി എന്റർടൈനർ ആണ്. എന്നാൽ ഫാമിലിയിൽ നിന്ന് മാത്രം അങ്ങനെ ഒതുക്കി നിർത്താൻ നമുക്ക് പറ്റില്ല. ഇതിനൊരു പ്രത്യേക ഒരു ജോണറിൽ അങ്ങനെ വെക്കാൻ പറ്റാത്ത, നമ്മളെങ്ങനെ സിനിമയെ പറ്റി ചിന്തിച്ച സമയത്ത് പ്രത്യേകം പറഞ്ഞ എല്ലാവർക്കും കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു സിനിമയായിരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടായ സിനിമയാണ് അങ്ങനെ ഉണ്ടായ സിനിമയാണ് 916. ഇപ്പൊ 916 എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പൊതുവെ ഗോൾഡ് ആയിരിക്കും ഓർമ്മ വരിക. പിന്നെ അല്ലാതെ നമ്മളിപ്പോ പറയാറുണ്ട് 916 ഒരു ആളെ വെച്ചിട്ട് പറയാറില്ലേ, അത്രയ്ക്ക് പ്യുവർ ആണ് ആള്. അതാണോ ഈ മൂവിയുടെ ഒരു കോൺടെക്സ്റ്റ്? സസ്പെൻസ് ആണ്, അങ്ങനെ പ്യുവർ ആണ് ആളെന്ന് പറഞ്ഞിട്ട് ഈ ആളെ കാണുമ്പോഴത്തേക്കും അങ്ങനെ പറയാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്നാൽ തന്നെയും വെറും കുഞ്ഞുട്ടൻ എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ടാവില്ല. അതെ, അതിന് മുന്നിൽ എന്തെങ്കിലുമൊക്കെ വരണ്ടേ. അപ്പൊ അതുകൊണ്ട് ഒരു 916 എങ്ങനെ കിട്ടിയിരിക്കുന്നതാണ്, ചുമ്മാ ഇട്ടതാണ്. എന്നാൽ കഥാപരമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ യൂണിറ്റിയെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ ഇവരൊക്കെ പറയുന്ന നാട്ടുപുറത്തുകാരനായ ഒരു കുഞ്ഞുണ്ട്. അതെ അല്ലേ? കെറ്റിന് ചേട്ടാ ഇതിനകത്തൊരു മേക്ക് ഓവർ തന്നെ നടത്തിയിട്ടുണ്ട്. അതാണ് ഒറിജിനൽ. ഇത് ഡൈലൈനല്ല, 3 പേരെ അതെ അതെ, ബോഡി ഷേമിങ് റേസിസം. നാളെ വരും റീല് നോബിച്ചേട്ടനെതിരെ. സോ ഇതിനോട്ട് എങ്ങനെയാണ് ഇന്നാവുന്നത് സ്റ്റോറി? നേരിട്ട് വന്നിട്ടുണ്ട് എന്റെ മോസ്റ്റ് ഡ്രാഗണും അതിന്റെ ടീമും ആര്യൻ വിജയ ഡയറക്ടറും കൂടി വന്ന് പറയുന്നത്. അപ്പൊ ഈ കുഞ്ഞൂട്ടന്റെ കഥയിൽ നിന്ന് മാറിയാണ് എന്റെ ഒരു ഫാന്റസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ ഇത് രണ്ടും കൂടി മേജാവെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അത് ഡയറക്ടറിന്റെ ഉള്ളിൽ എന്താന്ന് അറിയാൻ പറ്റില്ല, ഒരു സാങ്കല്പിക ഗ്രാമം അങ്ങനത്തെ അതും അത് അതിലാണ് തുടങ്ങുന്നതെങ്കിൽ ഫുൾ അങ്ങനെ പോവാം. പക്ഷെ ഇത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഒരു സാങ്കല്പിക ഗ്രാമം. മല്ലൻ മഹാദേവൻ എന്ന് പറഞ്ഞ ഒരാൾ, മാമല്ലപുരത്ത് മല്ലൻ മഹാദേവൻ. പ്രത്യേക സന്ദർഭത്തിലാണ് ഞാൻ വരുന്നത്, അല്ലാണ്ട് ഞങ്ങൾ ഒരുമിച്ചല്ല ഈ പടത്തിൽ. എല്ലാവരും അങ്ങനെ വിചാരിക്കും ഇവർ ഒരുമിച്ചുള്ള പടമായിരിക്കും. അപ്പൊ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ കാസ്റ്റ് ചെയ്തപ്പോ. കാരണം ത്രൂ ഔട്ട് അങ്ങനെ ഒരുമിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതില്. അപ്പൊ വേറൊരു ക്യാരക്ടറായിട്ട് ആണ് എന്റെ എൻട്രി. വേറൊരു ജില്ലയിൽ നിന്നാണ് വന്നത്, ഇവര് താമസിക്കുന്ന വേറെ സ്ഥലത്താണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇന്നാവുന്നത്. എനിക്ക് ആ ഒരു വ്യത്യസ്തത. കാരണം പലരും വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ നിങ്ങൾ 2 പേരെ ഒരുമിച്ച് ഇങ്ങനെ, ഞാൻ പറഞ്ഞു യൂഷ്വൽ അങ്ങനെ ഒരു സാധനം വന്നിട്ട്. പക്ഷെ ഈ ഒരു കോംബോ വിജയിക്കുകയാണെങ്കിൽ പിന്നെ അത് പരീക്ഷിക്കും. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള സ്ക്രീൻ ഷെയറിംഗ് കോംബോ ഉണ്ട്. ഒരു പ്രത്യേക ഉദ്ദേശം എന്താന്ന് വെച്ചാല് ത്രൂട്ട് ഇപ്പൊ നമ്മള് ഞങ്ങളുടെ പഴയ കാലത്ത് ഞങ്ങളുടെ കോമഡികളെല്ലാം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിപ്പിക്കുക അങ്ങനത്തെ ഒരു സാധനം. ഇതങ്ങനെയല്ല, ഇനി ഒരു ക്യാരക്ടറായിട്ടൊരു എൻട്രി. അതും കഥയുടെ ഒരു നിർണായക ഏരിയയിൽ വരുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ ആ ക്യാരക്ടർ വന്നതിന് ശേഷം ആ ക്യാരക്ടറിന് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 2 ഗെറ്റപ്പ് വരുന്നു. അതുപോലെ തന്നെ ടിനി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രം. അതിനകത്ത് എടുത്തു പറയേണ്ടതാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ ഒരു ഗെറ്റപ്പിൽ വരുന്നത്. അതിനുവേണ്ടി ടിനി ഒരുപാട് കഷ്ടപ്പെട്ടു. അല്ല, ഞാൻ കണ്ടതാണ്. കാരണം കുറച്ച് ഉള്ളെങ്കിൽ പോലും അത് ഒരു ദിവസത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ഭയങ്കരമാണ്, വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ടിനിയുടെ പെർഫോമൻസിന് ഒരുപാട് സാധ്യതയുള്ള ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും അതേന്ന് മതിയല്ലോ.
അതെ. വലിയ വലിയ കാര്യങ്ങൾ കിട്ടാൻ. അതെ, ഉറപ്പായിട്ടും. ഇപ്പൊ രാകേഷ് ചേട്ടാ, നമ്മളെ പോസ്റ്ററിൽ കണ്ടു നിങ്ങൾ മൂന്നുപേരുടെയും പിക്കാണ്. അപ്പൊ നിങ്ങൾ മൂന്നുപേരെയും ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണോ ഇത്? സത്യത്തിൽ ഞാൻ കാര്യം പറയട്ടെ, ചുറ്റിപ്പറ്റിയിട്ടാണ് നോക്കുന്നതെന്നുണ്ട് ഈ നോബിയുടെ കഥയാണ് ഇത്. കാരണം എന്നെ അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് മോൾസേ ഡ്രാഗൺ എന്റർടൈൻമെന്റ്, അപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് ഇതാണ് ഈ മോൾസേ ഡ്രാഗൺ, ഇതാണ് നമ്മുടെ കുഞ്ഞു. അതെ. അപ്പൊ അങ്ങനെയാണ്. നോബി ചേട്ടനാണോ? അതെ, ഇവിടുത്തെ ഡ്രാഗൺ ഇതാണ്. ഓക്കെ, അപ്പൊ രാകേഷ് ചേട്ടന് ഇതിനകത്ത് എന്ത് കഥാപാത്രം? പോസ്റ്റർ കാണുമ്പോൾ അത് ചിലപ്പോ പോസ്റ്റർ ഡിസൈനിങ്ങിന് ഓരോ സസ്പെൻസ് കൗതുകങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങനെ വന്നായിരിക്കും. പക്ഷെ ക്യാരക്ടറാണ് ഞാൻ തിരിച്ചേട്ടൻ എല്ലാവരും ചെയ്യുന്ന ക്യാരക്ടറാണ്. ഓക്കെ, ഫസ്റ്റ് മൂവിയിൽ അങ്ങനത്തെ ഒരു പോസ്റ്ററിലേക്ക് ഷെയ്ഡ് വരുന്നത് വെച്ചിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നോബിച്ചേട്ടൻ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ്. എല്ലാരെയും ഓക്കെ. അപ്പൊ എന്തോ പ്രാധാന്യം ഉണ്ട്. കുഞ്ഞോട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ കുഞ്ഞോട്ടിനെ മനസ്സിലാവും. അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരെ മനസ്സിലാവണ്ട എന്നായിരിക്കും ചിലപ്പോൾ ആ പോസ്റ്ററിലുള്ളത്. അതെ 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 അതെ. വന്നപ്പോ എന്നോട് ചോദിച്ചത് കൂടത്തില് വിജയ് സേതുപതിയും കമലഹാസൻ. അല്ല, ഈ പടം ഇറങ്ങുമ്പോ എന്താന്ന് പറയട്ടെ, ഞാനാണെന്ന് അറിയിക്കാൻ വഴിയിൽ ഇങ്ങനെ നിൽക്കണ്ടില്ല. ശരിക്കും അത് നല്ല മാറ്റമുണ്ട്. അല്ല, അതിന് ചെലവ് കൂടില്ല. കാരണം ആ ഗെറ്റപ്പിന് നല്ല ചെലവുണ്ട്. അതിന്റെ ഷൂട്ട് ചെയ്ത ഒരു ദിവസമുണ്ട്. പിന്നെ ശക്തികാന്താണ് ഇതിന്റെ RR ചെയ്തിരിക്കുന്നത്. ഫിദ എന്ന തമിഴിലുള്ള ആളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചെലവുണ്ട്. സംഭവം ചെറിയ റോളാണെങ്കിൽ നല്ല കാശുവാരിട്ടുണ്ട്. ഈ അപ്പൻ കാശുവാരി കൊണ്ടുപോയി അല്ലേ രവി? തന്തയുടെ കാശുവാരി അങ്ങനെ അത്ര നിന്നിട്ടില്ല. ചേച്ചി, വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുള്ള ലൈഫൊക്കെ നന്നായിട്ട് പോകുന്നു. റിലേറ്റഡ് മാരീഡ്, ഹാപ്പി മാരീഡ് ലൈഫ്. സിനിമയിലാണ്? അല്ലല്ല, ഏതാ സിനിമയില് കല്യാണം കഴിച്ചവര്, അതാണ് കല്യാണം. അപ്പൊ ഇതാ ലിറിക്കൽ വീഡിയോയില് നീയ ചേച്ചിയാണല്ലോ. വൈഷ്ണവി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഫസ്റ്റ് ഹാഫില് ചേട്ടന്റെ വൈഫായിട്ട് വരുന്ന ക്യാരക്ടറാണ്. ഓക്കെ നീയ അതിന് ശേഷം വരുന്ന ക്യാരക്ടറാണ്. ഇപ്പൊ ബെഞ്ചിങ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അറിയില്ല? ബെഞ്ചിങ് ഒരാൾ പോയാൽ അടുത്ത ആൾ റെഡിയാക്കി വെച്ചിട്ട്, അതാണ്. അത് ജെൻസി അല്ലേ? അത് ജെൻസി അല്ലേ? പക്ഷെ ഒരു ന്യൂജൻ പടം അല്ല അത്. എന്നാ മേക്കിംഗ് എല്ലാം ന്യൂജൻ ആയിട്ട് തന്നെയാണ്. ഇപ്പൊ എല്ലാ പടത്തിലും ജെൻസി വരുന്നു. ഗ്രാമവും കാര്യങ്ങളും അങ്ങനെ പോയിട്ടുള്ള സംഭവം. എന്നാൽ അതിലേക്ക് ഈ ന്യൂജൻ സ്റ്റൈലും വരുന്നു. കേട്ടാ, വാഴയൊക്കെ ഇറങ്ങി. വാഴയിലൊരു അല്ല കേട്ടോ, വാഴയില് നല്ലൊരു കഥാപാത്രം ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പേഴ്സണലി. ആണോ? സീരിയസ്ലി? സാധാരണ കോമഡി റോൾസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇതുപോലെ ലൈക്ക് സീരിയസ്, അല്ലെങ്കിൽ സീരിയസും അല്ല, എനിക്ക് തോന്നുന്നു കുറച്ച് ഈസി ആയിട്ട് തന്മയത്വത്തോടെ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഒരു അച്ഛൻ കഥാപാത്രം. അപ്പൊ ഇനി മുന്നോട്ടുള്ള ഫ്യൂച്ചർ ലൈക്ക് ഫിലിമില് കരിയർ ഫ്യൂച്ചറില് എന്തെങ്കിലും ലൈക്ക് മാറ്റി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ എന്തായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്? സോ ഫൈനലി നമുക്ക് 916 കുഞ്ഞൂട്ടൻ എന്തുകൊണ്ട് കാണണമെന്ന് പ്രേക്ഷകരോടായിട്ട് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ പക്കുച്ചൻ ആർക്കും പറയാം. ഓക്കെ, എന്നാ കുഞ്ഞൂട്ടൻ പറയാം. എന്തുകൊണ്ട് കാണണം വെച്ചാൽ ഇത് ഞങ്ങളുടെ ഒരു ധർമ്മമാണ്, നമ്മുടെ ജോലിയല്ലേ അഭിനയിക്കുക. അത് മാക്സിമം നല്ലൊരു ഔട്ട്പുട്ട് സെറ്റ് ചെയ്തിട്ട് പ്രേക്ഷകരിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജോലി ഒക്കെ തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും സിനിമയെപ്പറ്റി അല്ലെ നിങ്ങളെല്ലാവരും കുടുംബസമേതം കാണണം അങ്ങനെയൊന്നും പറയില്ല. നമ്മൾ ഇതിനു വേണ്ടി ഇത്രയും നേരം വന്നിരുന്നത് തന്നെ എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഈ ഇൻ്റർവ്യൂ കാണുന്ന പ്രേക്ഷകർക്കറിയാം. അപ്പോൾ അവർ ഞങ്ങളെ കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്.
ഓക്കെ, സോ എല്ലാവരും 916 കുഞ്ഞൂട്ടൻ തിയേറ്ററിൽ തന്നെ പോയി കാണുക. സോ ഇത്രയും നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിന്, എന്നെ സഹിച്ചതിനും താങ്ക് യു സോ മച്ച്. ഇനി ഒരുപാട് മൂവി പ്രൊമോഷൻസോ ഇന്റർവ്യൂസോ ആയിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.